വീട്ടുജോലിക്കാരിയുടെയും ആശാവർക്കറുടെയും വേഷത്തിൽ നിന്ന് സുഭാഷിണി രാജീവ് മാള ബ്ലോക്ക് പഞ്ചായത്തിന്റെ സാരഥിയായി മാറുന്നു. പൊയ്യ ഡിവിഷനിൽ നിന്ന് വിജയിച്ച് താണിക്കാട് സ്വദേശി പള്ളിക്കൂട്ടം വീട്ടിൽ സുഭാഷിണി രാജീവിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിശ്ചയിക്കാൻ ഇനി തീരുമാനമൊന്നും ആവശ്യമില്ല. പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി വിഭാഗം വനിതാ സംവരണത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ വേറെയാരും വിജയിച്ചിട്ടില്ല. കുടുംബത്തിലെ സാമ്പത്തിക പ്രയാസം കാരണം കരിങ്കല്ല് പണിക്കാരനായ ഭർത്താവിനൊപ്പം ചുമടെടുക്കാൻ പോയ 4 വർഷം ജീവിതത്തിലെ മറക്കാനാകാത്ത അനുഭവമായിരുന്നുവെന്ന് സുഭാഷിണി രാജീവ് പറഞ്ഞു. 2010 ആശാവർക്കർക്കായി ജോലി തുടങ്ങുന്നത്. അപ്പോഴും ആഴ്ചയിൽ 2 ദിവസം വീട്ടുജോലിക്ക് പോകുന്നത് ഇപ്പോഴും തുടരുന്നുണ്ട്. ആൾക്ക് കരിങ്കല്ല് പണിയാണ്. അപ്പൊ ആളുടെ കൂടെ ഞാൻ കരിങ്കല്ല് വെക്കാൻ പോയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ആശാവർക്കറായി വന്നതിന് ശേഷം പിന്നെ നമ്മള് അങ്ങനെ ആശാരുടെ ഡ്യൂട്ടികൾ കൂടിയപ്പോൾ പിന്നെ നമ്മൾ ആശയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു. പിന്നെ അതോടൊപ്പം തന്നെ CDSലൊക്കെ ഞാൻ 10 വർഷം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പൊയ്യ ഡിവിഷൻ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം LDF ഭരിച്ച് ജയിച്ച ഒരു ഡിവിഷനാണ് പൊയ്യ. ആ ഡിവിഷനാണ് ഞാൻ ഈ പ്രാവശ്യം എൻ്റെ പാർട്ടി ഞാനും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പിടിച്ചത്. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. 2007 ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 50,000 രൂപയ്ക്കൊപ്പം സഹകരണ ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത 2.5 ലക്ഷം രൂപയും ചേർത്താണ് വീട് നിർമ്മിച്ചത്. ഇപ്പോഴും വീടിന്റെ പണികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ബാങ്കിലെ ബാധ്യത കുതിച്ചുയർന്ന് 6 ലക്ഷത്തിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ടുതന്നെ 10 സെന്റ് സ്ഥലം ഉണ്ടെങ്കിലും ആധാരം പണയത്തിലാണ്. 25 വർഷമായി കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയാണ് 47-കാരിയായ സുഭാഷിണി. അച്ഛനും അമ്മയും ലോട്ടറി ടിക്കറ്റ് വിൽപ്പനക്കാരാണ്. TCV ന്യൂസ് മാള.